കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനിതൊന്നും എടുക്കാൻ വിചാരിച്ചില്ല, പക്ഷേ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുമെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഞാൻ എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഞാനിത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഫോർ യു. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാനിത് കണ്ടിട്ടുണ്ട്. തിയറിയും പഠിച്ചേക്കാം, മേ ബി 2 മാർക്കിനൊക്കെ വരാൻ ഒരു 90% എബവ് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി, അതായത് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്തത് കാരണം ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ മനു എന്ന് പറഞ്ഞ വ്യക്തി കമ്പനിയിൽ നിന്ന് ഒരു 50 രൂപയുടെ ഒരു ഷെയർ അവർ വാങ്ങിച്ചു. അപ്പോൾ അയാളത് വാങ്ങിക്കുമ്പോൾ 10 രൂപയ്ക്കാണ് അയാൾ വാങ്ങിച്ചത്, 50 രൂപയാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത്. ഇത് വാങ്ങിക്കുമ്പോൾ അയാൾ കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആയിരുന്നു, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, ഞാൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വാങ്ങിച്ചത്. പക്ഷേ ആ എക്സൈറ്റഡ് അത് ആദ്യം ആ വാങ്ങിക്കുന്ന ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് നിന്നു. അപ്പോൾ പിന്നെ കോൾ മണി അലോട്ട്മെൻറ്റ് മണിയൊന്നും അയാൾ അടയ്ക്കാണ്ടേ, അങ്ങനെ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ ഫോർമാറ്റാണിത്. ഇങ്ങനൊരു അതൊരു പെർട്ടിക്കുലർ കോളം ഉണ്ടായിരിക്കും, പിന്നെ ഡെബിറ്റ് കോളും ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കോളും ഉണ്ടായിരിക്കും. പെർട്ടിക്കുലർ കോളത്തിൽ ഷെയർ ക്യാപിറ്റൽ, പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. AB ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ പേബിൾ ആസ് ഓൺ application 3 per shares on allotment 2 first call 3 final call 2. Mr. Raju was allotted 50 shares. Give the necessary journal entries relating to the forfeiture of shares in the following attractive cases. അപ്പോൾ 3 കേസസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ രാജു അലോട്ട് ചെയ്തിട്ടുള്ളത് 50 ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 3 രൂപയാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി 2 രൂപ, ഫസ്റ്റ് കോൾ 3, ഫൈനൽ കോൾ 2. 50 ഷെയർസാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3 കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹി ഷെയർസ് വെർ ഫോർഫീച്ചഡ്. അലോട്ട്മെൻറ്റ് മണിയാണ് ഇവിടെ ഫെയിൽഡ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അലോട്ട്മെൻറ്റ് മണി വരില്ല. അതായത് ആദ്യം നമ്മൾ എന്ത് വാങ്ങിച്ചു, ആപ്ലിക്കേഷൻ മണി വാങ്ങിച്ചു, പിന്നെ അലോട്ട്മെൻറ്റ് മണി അയാൾക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ പർട്ടിക്കുലർ കോളും പിന്നെ ഡെബിറ്റ് കോളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കോളും. അപ്പോൾ കേസ് 1 ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടോട്ടലാണ് വരുന്നത്. ഇത് ലാസ്റ്റ് നമുക്ക് എഴുതാം, അതിന് മുന്നേ ഇത് നമുക്ക് എഴുതാം. ഇതിൽ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇയാൾ എത്ര എമൗണ്ട് ആണോ അടച്ചിട്ടുള്ളത് അവിടെയാണ് ഈ ഫോർഫീച്ചഡ് എമൗണ്ട് വരുന്നത്. ഇവിടെ 150 വന്നിട്ടുള്ളത്. 150 എങ്ങനെയാണ് വന്നത് വെച്ചാൽ അവർ അടച്ച എമൗണ്ട് എന്ന് പറയുമ്പോൾ 50 × 3 വരും. 50 × 3 എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ആപ്ലിക്കേഷൻ മണി വന്നിട്ടുള്ളത് 3 രൂപയാണ്, 50 ഷെയർസാണ് ഇവിടെ അയാൾ വാങ്ങിച്ചിട്ടുള്ളത്. സോ 50 × 3 150. കാരണം ഓഫ് കോഴ്സ് എന്തായാലും ഷെയർസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് അടയ്ക്കും. അതാണ് ഫോർഫീച്ചഡ് അക്കൗണ്ട്. 50 × 3 150. പിന്നെ പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് പറയുമ്പോൾ അൺപെയ്ഡ് എമൗണ്ട്, അതായത് അയാൾ അടച്ചിട്ടില്ല, അടയ്ക്കാത്തത് കൊണ്ടാണ് ഇവിടെ 100 രൂപ. അതായത് അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് ഇവിടെ 2 രൂപയാണ്, 50 × 2 ആണ് 100 രൂപ ഇവിടെ വന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എഴുതുക, നമ്മൾ അടച്ച എമൗണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് ഇവിടെ എഴുതേണ്ടത് അടയ്ക്കാത്ത എമൗണ്ട്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണിയാണ് ഇവിടെ അടയ്ക്കാത്തത്. സോ നമ്മൾ ഫസ്റ്റ് കോളും ഫൈനൽ കോളും നമ്മൾ നോക്കണ്ട, അതിൻ്റെ മുന്നേ ഉള്ള 2 കേസുകൾ മാത്രം നോക്കിയാൽ മതി. അതായത് ഇനിയിപ്പോൾ ഫസ്റ്റ് കോളാണ് അടയ്ക്കാത്തതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഫസ്റ്റത്തെ എമൗണ്ട് നമ്മൾ അതായത് ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ആയ എമൗണ്ടും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ടും നമ്മൾ ഫോർഫീച്ചഡ് അക്കൗണ്ടിൽ എഴുതണം. എന്നിട്ട് ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് അൺപെയ്ഡ് എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 ഇഫ് രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓൺ ഹിസ് സബ്സീക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫസ്റ്റ് കോൾ ഹിസ് ഷെയർ വെയർ ഫോർഫീച്ചഡ്. ഇവിടെ അലോട്ട്മെൻറ്റ് മണി ഫെയിൽഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ മണി ഫെയിൽഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യാം, എമൗണ്ട് എഴുതാൻ വരട്ടെ. അതിന് മുന്നേ രണ്ടും സെയിം പർട്ടിക്കുലർ കോളം രണ്ടും എഴുതുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുക ടു ഷെയർ ഫോർ ഫീച്ചർ. ഷെയർ ഫോർ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ ആപ്ലിക്കേഷൻ മണി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇയാൾ കൊടുത്തിട്ടുള്ളൂ. സോ ഈ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്, 50x3, അത് ഫോർഫീറ്റഡ് അക്കൗണ്ട്. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്, അലോട്ട്മെൻറ്റ് മണിയും അടച്ചിട്ടില്ല, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഫെയിൽഡ് ടു പേ, അലോട്ട്മെൻറ്റ് മണി, അലോട്ട്മെൻറ്റ് ആൻഡ് ഓൺ സബ്സീക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫസ്റ്റ് ഗോളും ഇവിടെ അടച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഷെയർ അലോട്ട്മെൻറ്റും ഷെയർ ഫസ്റ്റ് ഗോളും. 100, 150. ഷെയർ അലോട്ട്മെൻറ്റ് 2 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഗോൾ അതുപോലെ തന്നെ 3 രൂപയാണ്. അപ്പോൾ 3x50 150, അതാണ് ഇത് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ന് മൂന്നാമത്തെ കേസ് വരുന്നത്, ഇഫ് രാജു ഫെയിൽഡ് ടു പേ ദ ഫസ്റ്റ് ഗോൾ ആൻഡ് ഓൺ സബ്സീക്വൻറ്റ് ഫെയിലിയർ ടു പേ ഫൈനൽ കോൾ, ഹിസ് ഷെയർസ് വെർ ഫോർഫീറ്റഡ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ രാജു ഫസ്റ്റ് കോളും അതുപോലെ തന്നെ ഫൈനൽ കോളും ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അടയ്ക്കാത്തത്. ഇവിടെ അടച്ചിട്ടുള്ളത് അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ്റെ എമൗണ്ടും അടച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണിയുടെ എമൗണ്ടും അടച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുക, എന്നിട്ട് ഫോർഫീറ്റഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതേണ്ടത് എത്രയാണ്, ആപ്ലിക്കേഷൻ്റെ മണി വരുന്നത് 150 ആപ്ലിക്കേഷൻ്റെ മണി 150 വരും. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റും ഇവർ ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ, കാരണം ഫസ്റ്റ് കോളും ഫൈനൽ കോളും ആണ് അടയ്ക്കാത്തത്. അതാകുമ്പോൾ അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ മണിയും അടച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും അടച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റിൻ്റെ മണിയും അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 100 പിന്നെ ഈ 150, അപ്പോൾ ഇവിടെ 250 വരും. പിന്നെ ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 3 അപ്പോൾ 3x150 ഇവിടെ വരും. ഫൈനൽ കോളിൻ്റെ എമൗണ്ട് പറയുന്നത് 2, അപ്പോൾ 2x50 100 വരും. അതാണ് ഫോർഫീച്ചറിൻ്റെ കേസ്. ഈ ക്വസ്റ്റ്യൻ തന്നെ മേ ബി നാളെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യന്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കും, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറ, ഞാൻ എൻ്റെ ഒരു ബെസ്റ്റിൽ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.